കൂട്ടുകാരെ, എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. ഈ ബൗളിലേക്ക് 2 കപ്പ് ചപ്പാത്തി മാവും, അതായത് നമ്മുടെ ഗോതമ്പ് മാവ്, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇതിനെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ മാവ് അധികം കട്ടിയാകാതെയും വെള്ളം കൂടാതെയും ശ്രദ്ധിക്കണം. മുതൽ 7 മിനിറ്റ് വരെ ചപ്പാത്തി മാവ് നന്നായി കുഴച്ചെടുക്കണം. ഇനി ഈ മാവിനെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കണം. ഒരു ചപ്പാത്തി പലകയെടുത്ത് അതിൽ കുറച്ച് മാവ് വിതറി കൊടുക്കാം. ഇത് പലകയിൽ മാവ് ഒട്ടാതെ സഹായിക്കും. ഓരോ ഉരുളയും റൗണ്ട് ഷേപ്പിൽ പരത്തി മാറ്റിവെക്കാം. മാവ് പരത്തുമ്പോൾ കട്ടി കൂടാതെയും കട്ടി കുറയാതെയും ശ്രദ്ധിക്കണം. കല്ല് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പരത്തി വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചപ്പാത്തിയിൽ ചെറിയ കുമിളകൾ കണ്ടു തുടങ്ങിയതും ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഈ വശവും വെന്ത് കിട്ടിയതും പിന്നെയും മറിച്ചിട്ട് കൊടുക്കാം. 1 സെക്കൻഡ് കഴിഞ്ഞതും ചപ്പാത്തി ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. ഇങ്ങനെ വീർത്ത് വന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യോ ഓയിലോ നിങ്ങൾക്കിതിൽ പുരട്ടി കൊടുക്കാം. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ എണ്ണയില്ലാതെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചപ്പാത്തിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള മറ്റൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.